ഹായ് ഓൾ, ഞാൻ ഇന്ന് ബേബി ഇട്ടേക്കുന്ന ഈ ജംപ് സ്യൂട്ടിൻ്റെ ഡിസൈനിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ജംപ് സ്യൂട്ടിൻ്റെ ബോട്ടം പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 15 അല്ലെങ്കിൽ 16 ഒക്കെ ലെങ്തിൽ 2 ഫാബ്രിക് എടുത്തിട്ട് അതിങ്ങനെ അകത്തേക്ക് മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ക്രോച്ച് ലെങ്ത് ഒരു 10 ഒക്കെ കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ബോഡി പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലെങ്ത് കുറവാണെങ്കിൽ അവിടെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ലൂസ് ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രോച്ച് ലെങ്ത് മാക്സിമം എടുക്കുന്നുണ്ട്. അവിടുന്ന് താഴേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുകളിലത്തെ വീതിയും ഇലാസ്റ്റിക് അല്ലല്ലോ കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ മാക്സിമം വീതിയിൽ കിടക്കട്ടെ. പ്ലീറ്റ്സ് പോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത ടോപ്പ് പാർട്ടിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസ് ഫാബ്രിക് എടുത്തിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ മെഷർമെൻറ്റ്സൊക്കെ എടുത്തു കൊടുക്കുകയാണ്. ഇത് 2 മുതൽ 3 വയസ്സ് വരെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്ന മെഷർമെൻറ്റ്സാണ് ഞാൻ എടുത്തു കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുപോലെ ബോഡി പോർഷൻ താഴേക്ക് ഷേപ്പ് ഇല്ലാതെയാണ് എടുക്കുക, കാരണം നമ്മൾ ലൂസ് ഫിറ്റായിട്ട് കിടക്കുവാനാണ്. പിന്നെ സൈഡിൽ എക്സ്ട്രാ വരുന്നതൊക്കെ നമ്മൾ പാൻറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കും. എന്നിട്ട് നെക്ക് റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്, കാരണം ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 ഇഞ്ച് ഫ്രണ്ടിൽ എക്സ്ട്രാ കൊടുത്തു. എന്നിട്ട് റൗണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ബട്ടൺസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ബാക്ക് പോർഷൻ സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഫ്രണ്ട് പോർഷൻ കുറച്ചുകൂടെ 1 ഇഞ്ച് കൂടെ ഇറക്കിയതിന് ശേഷം ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് 2 പാർട്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു ജംപ് സ്യൂട്ട് വളരെ ഈസി ആയിട്ട് കുറഞ്ഞ സമയത്തിൽ തന്നെ ഞാൻ ചെയ്തെടുത്തതാണ്. ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന അത്രയും ടൈമൊന്നും എടുത്തിട്ടില്ല, കാരണം ഇത് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യാതെയാണല്ലോ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ആ ഫ്രണ്ടിൽ കട്ട് ചെയ്ത് മാറ്റിയ 2 പോർഷനിലെ ബട്ടൺ വെക്കേണ്ട ഭാഗത്ത് 2 പടി കൊടുത്ത് ഇതുപോലെ 2 ക്രോസ് പീസ് എടുത്ത് സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തിട്ട് അതിനെ മടക്കി ഉള്ളിലേക്ക് വെച്ചൊന്ന് പടിയായിട്ട് അടിച്ചെടുക്കുവാണ്. ഒന്ന് ബട്ടൺ ഹോൾ കൊടുക്കാനും മറ്റേ സ്ഥലത്ത് ബട്ടൺ കൊടുക്കുവാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ 2 ഫാബ്രിക്കും നമുക്കിതുപോലെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ഇതുപോലെ റൗണ്ട് നെക്കായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ബട്ടൺ കൊടുക്കണം. ഞാൻ ലാസ്റ്റ് മാത്രമാണ് ബട്ടൺ വെക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ പിൻ ചെയ്ത് നമ്മൾ വെച്ചതിന് ശേഷം മാത്രമാണ് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കൂടെ ജോയിൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലൈനിങ്ങും കൂടെ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് സ്റ്റിഫായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ തയ്ച്ച് വയ്ക്കണം ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ആദ്യത്തെ ബട്ടണിൻ്റെ പാർട്ടിൻ്റെ അവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അവിടെ നമ്മൾ കോളർ പോലെ കൊടുക്കാനാണ്. ഇത് ജസ്റ്റ് ഒരു ലൂസായിട്ട് കിടക്കുന്ന ഒരു കോളറാണ് ഞാൻ കൊടുക്കുന്നത്, ജസ്റ്റ് ഒരു റൗണ്ടിന്. ഇപ്പോൾ അതാണല്ലോ ട്രെൻഡായിട്ടുള്ളത്, ഇങ്ങനെ ജസ്റ്റ് ഒരു തിക്കായിട്ട് അവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോലെ മാത്രം ഒരു സർക്കിൾ നെക്കായിട്ട്, അല്ലാണ്ട് അത് പൊങ്ങി വരില്ല. അപ്പോൾ അതിനുവേണ്ടി ഇതുപോലൊരു ക്ലോത്ത് എടുത്തിട്ട് നീളത്തിലുള്ള ഫാബ്രിക് എടുത്തിട്ട് ഒരു 3 ഇഞ്ചൊക്കെ വീതിയിലെടുക്കുക. ഒരുപാട് വീതി വേണ്ട, അത് പൊങ്ങിയിരിക്കേണ്ടാത്തതുകൊണ്ട് തന്നെ ബോഡിയിൽ തന്നെ പതിഞ്ഞ് കിടക്കുന്ന ടൈപ്പാണ്, അതുകൊണ്ട് വീതി കുറച്ച് നീളത്തിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഫുൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. എക്സ്ട്രാ വരുന്ന ഫാബ്രിക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ആ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് വീണ്ടും നമ്മൾ ആ എൻഡിലുള്ള ടയൽ തുമ്പും എല്ലാം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിൻ്റെ നല്ല വശത്തൂടല്ല ഉള്ളിൽ കൂടെ വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കുക. നമ്മൾ ഈ 2 എൻഡും കറക്റ്റായിട്ട് നമ്മൾ മടക്കി വെക്കണം ഉള്ളിലേക്ക്, കണ്ടോ. എന്നിട്ട് ആദ്യം നമ്മൾ ആ ജോയിൻ ചെയ്ത് കൊടുത്ത ആ ജോയിൻറ്റും ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ മടക്കിയെടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് കോളർ വീതിക്ക് കിട്ടണമെങ്കിൽ ഒരു 4 ഇഞ്ചൊക്കെ എടുക്കാം. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 മടക്കും ഉള്ളിലേക്ക് മടക്കി വെച്ചും നമുക്കിതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. എൻഡെല്ലാം നല്ല കറക്റ്റായിട്ട് ഫിനിഷ് ആയിട്ട് എടുക്കണം ഇതുപോലെ. എന്നിട്ട് ആ വന്ന അതേ സ്റ്റിച്ച് തിരിച്ചൊന്നുകൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുക, ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ലൈനിങ് ഇല്ലാത്ത ഫാബ്രിക് ആണല്ലോ, അപ്പോൾ 2 സ്റ്റിച്ച് വെച്ച് എല്ലായിടത്തും കൊടുക്കുക. എന്നിട്ട് ഈ സമയത്ത് നമ്മൾക്ക് ബട്ടൺ ഫിക്സ് ചെയ്യാം. ഞാൻ 2 സ്ലീവ്സ് അറ്റാച്ച് ചെയ്തു. ഒരു സ്ലീവ്ലെസ് ആയിട്ടും ചെയ്യാം, പിന്നെ 2 സ്ലീവ്സ് ഞാൻ ഷോർട്ട് സ്ലീവ്സ് അറ്റാച്ച് ചെയ്തു. പിന്നെ നമ്മൾ ഈ ബോട്ടം പാർട്ട് ചെയ്യുവാണ്. അതിൻ്റെ ക്രോച്ച് ലെങ്ത് നമ്മൾ കൊടുത്തില്ലേ, അത്രയും ഇറക്കത്തിൽ 2 സൈഡിലും നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ 2 സ്റ്റിച്ച് വെച്ച് ചെയ്തെടുക്കുക. പ്രത്യേകിച്ചും നല്ല ടൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
പിന്നെ ലൂസായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ വലിയ ടൈറ്റായിട്ട് പിടിക്കില്ല. ഇതുപോലെ 2 ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് നമ്മൾ ആ പാൻറ്റിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് അടിച്ചെടുക്കുക. അതിന് മുന്നേ താഴത്തെ എൻഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കറക്റ്റ് വെച്ച് ഒരു കാലിൻ്റെ അവിടുത്തെ നിന്ന് മറ്റേ അടുത്ത് വരെ ഇങ്ങനെ ഒരു വി ഷേപ്പിൽ പോലെ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതും 2 സ്റ്റിച്ച് കൊടുക്കുക. അപ്പം നമുക്ക് ടോപ്പ് പാർട്ടും ആയിട്ടുണ്ട്, ബോട്ടം പാർട്ടും ആയിട്ടുണ്ട്. ടോപ്പ് പാർട്ടും ഞാൻ സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് ബോഡി പാർട്ട് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ടോപ്പിൽ നമ്മൾ ഷേപ്പ് കൊടുക്കുന്നില്ല, ലൂസ് ഫിറ്റായിട്ട് കിടക്കുന്നതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ 2 പാർട്ടും കൂടെ ഇനി അറ്റാച്ച് ചെയ്യണം. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഏരിയ വരുന്നത്. ജംപ് സ്യൂട്ടിൽ നമ്മുടെ 2 ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ഉൾവശം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് അത് പുറത്തേക്ക് വരണം, ഉൾവശം. അങ്ങനെ വെച്ചിട്ട് 2 സൈഡും ഇങ്ങനെ റൗണ്ട് ചെയ്ത് നിർത്തി നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ 2 സൈഡിൽ ഹിപ്പ് സൈഡിൽ വരുന്ന ഏരിയ വരുമ്പോൾ അവിടെ നമുക്ക് എക്സ്ട്രാ വരുന്ന ഏതെങ്കിലും ബോട്ടത്തിലാണോ ടോപ്പിലാണോ നമുക്ക് എക്സ്ട്രാ ഫാബ്രിക് വരുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ മടക്കി ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അവിടെ പ്ലീറ്റ്സ് പോലെ വെച്ച് കൊടുക്കാം. പക്ഷെ ഞാൻ ഫ്രണ്ടിൽ കറക്റ്റ് നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2 സൈഡിലും എത്ര വരുന്നുണ്ടോ അത് 2 സൈഡിലും ഇതുപോലെ പ്ലീറ്റ്സ് പിടിച്ച് വെച്ചിട്ടാണ് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടിൽ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ബട്ടൺ വെക്കുന്ന പാർട്ട് ഉള്ളിലും ബട്ടൺ ഹോൾ വരുന്ന പാർട്ട് മുകളിലും വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ടോപ്പിൽ എക്സ്ട്രാ വരുന്ന പാർട്ട് നമുക്ക് അറിയാൻ പറ്റും. ആ പാർട്ട് എക്സ്ട്രാ വരുന്നത് 2 സൈഡിൽ ആ സ്റ്റിച്ച് വരുന്ന പാർട്ടിലായിട്ട് പ്ലീറ്റ്സ് കൊടുക്കുക. ഞാൻ 2 സൈഡിലാണ് കൊടുത്തേക്കുന്നത്. ഇതുപോലെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ആ റൗണ്ട് എൻഡ് ചെയ്തിട്ട് ഒന്നുകൂടെ സെയിം റൗണ്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് കുഞ്ഞിൻ്റെ ജംപ് സ്യൂട്ടിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതേ ഫാബ്രിക് കൊണ്ട് മോമിൻ്റെ ക്രോപ്പ് ടോപ്പും ഞാൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.